ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ചെറിയൊരു ട്രിപ്പിൻ്റെ വ്ളോഗായാലോ. നമ്മൾ ജസ്റ്റ് വയനാടൊറ്റൊന്ന് പോയി വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. നമ്മൾ പോകുമ്പോൾ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല ഇന്ന് എടുക്കാമെന്നൊന്നും. പിന്നെ ഇങ്ങനെ ടൗണിലെത്തുന്ന വരെ, മഞ്ചേരി ടൗണിലെത്തുന്ന വരെ ഡിസ്കസ് ചെയ്യും എടുക്കാൻ പോകണ്ടേ, എങ്ങനെ ഏതാന്ന്. സ്വാഭാവികമായിട്ടും ഇറങ്ങുമ്പോൾ സാധാരണ 8 മണി 9 മണി 10 മണി സമയം ആവലുണ്ട്. അപ്പോൾ പിന്നെ അധികം ദൂരം വിട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വയനാടൊക്കെ പോയി വരാമെന്ന് വിചാരിച്ച് ഇറങ്ങി. അപ്പോൾ വയനാട് താമരശ്ശേരി ചുരം എത്തിയാണ്. അപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ നമ്മൾ അതിലുണ്ട് റോഡ് കൂടെ തുഷാരഗിരി വാട്ടർഫോൾസ് പറഞ്ഞ എഴുതി കാണിച്ചപ്പോൾ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതിയാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ആ റോഡിൽ കൂടെ ഒന്ന് പോയി എന്താണ് സംഭവം, എത്ര ദൂരം ഉണ്ടെന്നൊക്കെ അറിയണം. അപ്പോൾ അവിടെ അടിപൊളിയായിട്ട് നല്ല അടിപൊളി വാട്ടർഫോൾസും വ്യൂ പോയിൻറ്റും ഒക്കെ ഉണ്ട്. അടിപൊളിയാട്ടോ. ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അടിപൊളിയാണ്. ഇത് അവിടെ റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരു അടിപൊളി വാട്ടർഫോൾസാണ്. ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാം, പക്ഷേ നമ്മൾ പിന്നെ ഇറങ്ങുന്നില്ല. വണ്ടിയിൽ നിന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് നമ്മൾ നേരെ വിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ നിർത്തി ചെറുതായിട്ടൊന്ന് വീഡിയോസ് എടുത്തു നമ്മൾ പോയി. വാട്ടർഫോൾസ്ക്ക് എൻട്രി ഉണ്ട്, പക്ഷെ നമ്മൾ വാട്ടർഫോൾസ് കാണാൻ പറ്റില്ല. നമ്മളെ ടാർഗറ്റ് വയനാട് ചെയ്യുന്നു. അപ്പം നമ്മൾ വാട്ടർഫോൾസ് കാണാൻ പോയില്ല. പിന്നെ അവിടെ ആ പാലത്തിൻ്റെ അവിടെ നിന്നാണ്ട് കുറച്ച് നേരം കുറഞ്ഞ വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ റിട്ടേൺ അടിച്ചു. കാരണം മഴ ആയതുകൊണ്ട് ആരും അധികം അവിടെ നിൽക്കണില്ല. അവിടെ തിരക്ക് കുറവായിരുന്നു അന്ന്. കുറച്ചൊക്കെ വീഡിയോസൊക്കെ എടുത്തു. നല്ല അടിപൊളി വാട്ടർഫോൾസൊക്കെ വീഡിയോസൊക്കെ എടുത്തു. ആ ഒരു ഇതേ എടുത്തിട്ടുള്ളൂ. ഉള്ളാക്കത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചിട്ടില്ല. കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ വിട്ടു വയനാട്ടിലേക്ക് പോയിട്ടോ. കാരണം ഇറങ്ങാത്തത് ചെറിയ മോനെ ഉറങ്ങിയിരുന്നു. അപ്പം നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. അപ്പോൾ ഈ സമയത്തൊക്കെ ചെറിയ ചെറിയ ചാറ്റൽമഴയുണ്ട്. പിന്നെ അങ്ങോട്ട് ഫുള്ള് വെയിലായിരുന്നു. കാരണം വയനാടൊക്കെ പോകുമ്പോൾ എന്താ പറയുക, ചെറിയ മഴ ഏകദേശം ഒരു അത്യാവശ്യം മഴയുള്ള ടൈമിലൊക്കെ പോയാലേ അവിടെ വൈബുള്ളൂ, രസമുള്ളൂ. വെയിലൊന്നായാൽ അവിടെ രസമല്ല. മഴക്കാലത്ത് പോകുമ്പോഴേ അവിടെ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ നമ്മൾ റിട്ടേൺ അടിച്ച് പിന്നെ കുറേ വ്യൂ പോയിൻറ്റ്സ് കണ്ടു. അങ്ങനെ കുറേ സ്ഥലങ്ങൾ കണ്ടു കേട്ടോ. അവിടെ 2-3 വ്യൂ പോയിൻ്റ് കണ്ടു. അവിടെ നിർത്തി ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കാം ഒക്കെ പറ്റി. ചെറിയ ചെറിയ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ തന്നെ റിസോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ റിട്ടേൺ പോന്ന് നമ്മൾ ചുരത്തിലെത്തി. പിന്നെ ചുരം കയറാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ വാട്ടർഫോൾസ് ഒരുപാടുണ്ട് കാണാൻ. എന്നൊക്കെ നിർത്തി ആസ്വദിച്ച് പോകണം. പിന്നെ വ്യൂ പോയിൻ്റൊക്കെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തി വീഡിയോസൊക്കെ എടുത്തു. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ പോകുന്നു കേട്ടോ. അവിടെ നിന്നും ഇതൊക്കെ നമ്മൾ പോരുന്ന വൈക്കലൊക്കെ തന്നെയാണ് ഉള്ളത്. അവിടെ എത്തുമ്പോഴേ വയനാടിൻ്റെ ആ ഒരു ഫീല് വരും. കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ. ഏകദേശം 11:30 ആ സമയമായപ്പോൾ കണ്ട ഒരു വാട്ടർഫോൾസ് കാണണം. അവിടുന്ന് വയനാട് ചുരത്തുമ്പോഴുള്ള വാട്ടർഫോൾസാണത്. നമുക്ക് ഈ ഫോൺ കിട്ടുന്ന ശേഷം നമ്മളെല്ലാം സൂം ചെയ്ത് ഇങ്ങനെ നോക്കും. ഒരു രസമല്ലേ. പിന്നെ മഴ നല്ല സൂപ്പർ വെയിലറച്ചാൻ തുടങ്ങി. പിന്നെ നമ്മൾ ചുരത്തിൻ്റെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് തന്നെ. അവിടെ വണ്ടി നിർത്തിയപ്പോൾ ഈ കുരങ്ങനെ വണ്ടിയിൽ ബിസ്ക്കറ്റ് ഉണ്ടോ. അപ്പോൾ നമുക്ക് ഫോൺ തട്ടിപ്പറിച്ചാനും ബിസ്ക്കറ്റ് എടുക്കാനും ഒക്കെ കണ്ടുകണ്. അപ്പോൾ ഗ്ലാസ് താഴ്ത്തിയാണ് എടുത്ത് മണ്ട ശേഷം നിൽക്കണത്. കുഞ്ഞുമോ അങ്ങനെ അയാൾ അപ്പുറത്തേക്ക് തിരിയുമ്പോൾ കുരങ്ങനെ അങ്ങോട്ട് തിരിയുമ്പോൾ കുഞ്ഞുമോ പിന്നെയും ഗ്ലാസ് എത്തും, പിന്നെയും വന്നിച്ചും. അങ്ങനെ കുരങ്ങനെ കുറേ നേരം ഇട്ട് കളിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ വെൽക്കം ടു വയനാട് എത്തിയ നമ്മളങ്ങനെ വയനാടെത്തി. നമ്മളെ ടാർഗറ്റ് ബാണാസുര ഡാമാണ്. ഇവിടെ ഒരു പിന്നെ എന്നൂർ പറഞ്ഞ സംഭവം ഞാൻ അതുവരെ കണ്ടില്ല. അത് പോകണമെങ്കിൽ രാവിലെ വന്നാൽ പിന്നെ വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവിടെ പോയി. നമ്മൾ ബാണാസുര ഡാമൊക്കെയാണ് പോയത്. ഷട്ടർ തുറന്നിക്കണ്. അപ്പോൾ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നേരെ പാർക്കിൽ പോയി. ബാണാസുര ഡാമിൻ്റെ അവിടെ നിന്ന് മുകളിൽ നിന്ന് കാണാൻ പറ്റും പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയി. അവിടെ കുറച്ച് നേരമൊക്കെ അവിടെയൊക്കെ ഭയങ്കര തിരക്കാട്ടോ. അതിൻ്റെ മുകളിൽ നല്ല തണുപ്പും ഒരു 2-3 മണി ആ സമയത്ത് പോകണം. ചെറിയ മഴയും നല്ല തണുപ്പൊക്കെ ആയിട്ടാണ് അതിൻ്റെ മുകളിൽ. ഇത് ഇവിടെ തന്നെ KSEBിൻ്റെ സബ് സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്നാണ് വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ നേരെ ഡയറക്റ്റ് പാർക്കിലേക്ക് പോവുക ചെയ്തത്. അത്യാവശ്യം നല്ല ആൾക്കാരുള്ളൊരു പ്ലേസ് ആയിരുന്നു അവിടെ.
അവിടെ നല്ല അടിപൊളി വൈബല്ലേ, നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ നല്ല അടിപൊളി സ്ഥലങ്ങളല്ലേ. നമുക്ക് പിന്നെ അതന്നെയല്ലേ വേണ്ടത്. അപ്പം നമ്മൾ അവിടെ മൂപ്പര് ടിക്കറ്റ് എടുക്കാൻ പോയിക്കോളും. നമ്മൾ അകത്തൊക്കെ കയറുകയാണ്. മൂപ്പരും കുട്ടികളെയും കൊണ്ട് നേരത്തെ അവിടെ എത്തിക്കണം. ഞാൻ പിന്നെ ബാക്കിലൂടെ ഇങ്ങനെ സാവധാനം മോർണിംഗ് കൊണ്ട് ഇങ്ങനെ നടന്ന് സാവധാനം വീഡിയോസൊക്കെ എടുത്തു. നമ്മളവർക്ക് എൻട്രി ചെയ്യണം. കാരണം നമ്മൾ ടോട്ടല് 4 ടിക്കറ്റ് എടുത്തത്. എന്താ വെച്ചാൽ അപ്പോൾ 4 ടിക്കറ്റിൻ്റെ ആവശ്യമില്ല, 2 ടിക്കറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബാക്ക് റിട്ടേൺ പറഞ്ഞാൽ 2 ടിക്കറ്റിൻ്റെത് മതി, കുട്ടികൾക്ക് വേണ്ട, ഈ ചെറിയ മകൾക്കൊന്നും ടിക്കറ്റ് വേണ്ട പറഞ്ഞുകൊണ്ട് നല്ലൊരു മനുഷ്യൻ കിട്ടും. അപ്പോൾ അത് വെട്ടിച്ച് ആ പൈസ നമുക്ക് തിരിച്ചു തന്നു. ഇപ്പോൾ 2 ആൾക്കാർക്കുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ, കുട്ടികൾക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടില്ല. നമ്മൾ ഉള്ളിൽ കയറി അങ്ങനെ നടന്നു. നമ്മൾ ലക്ഷ്യ ഡാമിൻ്റെ മുകൾ ഭാഗം പിന്നെ നമ്മൾ അകത്തേക്ക് പ്രവേശിച്ച് നമ്മൾ അവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് അങ്ങനെ അടിപൊളിയായിട്ട് അങ്ങനെ കുറേ ഉണ്ട്. വാർത്ത ഭയങ്കര കരച്ചിലാണ്, എനിക്ക് പാർക്ക് പോകണം ആദ്യം എന്നാണ്. പക്ഷെ ആദ്യം നമുക്ക് ഡാം കാണണം എന്നില്ല ലക്ഷ്യമാണ്. കാരണം മുകൾക്ക് അത്ര നടന്ന് കുട്ടികളുണ്ട്. ഇപ്പോൾ വാനും കാര്യങ്ങളും സൗകര്യങ്ങളും അങ്ങനെ ഉണ്ട് കേട്ടോ. അങ്ങനെ പ്രായമായ ആൾക്കാർക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു മക്കളില്ലൊക്കെ വാനിലാണ് പോകണം. ഞങ്ങൾ രണ്ടാളും പിന്നെ ഒരു രസമല്ലേ, അപ്പോൾ വാനിൽ പോയി അവിടെ നിന്ന് ഇറങ്ങി പോന്നിട്ട് വിചാരിച്ച് ഞങ്ങൾ നടന്ന് തന്നെ പോകണമെന്നില്ല, ആഗ്രഹം കൊണ്ട് നടന്ന് തന്നെ ഞങ്ങൾ പോയി. പക്ഷെ കുറച്ചൊക്കെ എത്തിയപ്പോഴത്തേന് കുഴഞ്ഞിരിക്കണം. കണ്ടോ ഇവളിപ്പൊക്കെ പോക്കണം പറഞ്ഞ് ഈ സാധനം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഞാനൊക്കെ ചെറിയ കുട്ടിയായ സമയത്ത് ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേരാണ് ഞാറപ്പയം. കാരണം ഇപ്പോൾ അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ അവിടെ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. ഞങ്ങളവിടെ നിന്ന് ഞാൻ ഇപ്പോൾ ആ സാധനം കണ്ടിട്ടില്ല. ഞാൻ ചെറിയ കുട്ടിയിൽ നിന്ന് ഒരുപാട് കഴിച്ചിരുന്നു. പിന്നെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ മഴ ചെറുതായിട്ട് ഇങ്ങനെ ചാർന്ന പോലെ ഇരുട്ട് മൂടുന്ന ഒരു ഇതൊക്കെ ആയിക്കണം. പിന്നെ ഞങ്ങൾ കുറേ കളിയും ചെയ്യും തമാശയൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ നടന്നങ്ങനെ പോയി. കുഞ്ഞുമ ലാസ്റ്റ് കുഴങ്ങിയിട്ട് കുട്ടിനെ തലയിൽ വെച്ച് നടക്കാൻ തുടങ്ങിയിരിക്കണ്. ഇവന് ചെരുപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ പൊതുവെ എവിടെയും പോകുമ്പോൾ അങ്ങനെ നിലത്ത് വെക്കലില്ല. ആ വിചാരത്തിൽ ഞങ്ങൾ ചെരുപ്പ് എടുക്കാതെ പോകും. ചെരുപ്പ് എടുത്തിക്കണമെങ്കിൽ നടക്കും, നടത്തിക്കാല്ലാതൊരു കത്തൽ ഞങ്ങൾക്ക് അപ്പോൾ കത്തിയില്ല. പിന്നെ ഞങ്ങൾ മൂപ്പര് തലയിൽ വെച്ച് അങ്ങനെ കൊണ്ടു നടന്നു. മുകളിലെത്തിയപ്പോൾ പിന്നെ നിലത്തേക്ക് ഇറക്കി. കണ്ടോ ഇതാണ് ഡാമിൻ്റെ വ്യൂ. എന്താ അടിപൊളി വ്യൂ അതിൻ്റെ മുകളിൽ നിന്നറിയാം. പക്ഷെ ആ ഡാമിൻ്റെ ഇതൊന്നും അവിടെ കാണുന്നില്ല. ആ ഒന്ന് കുറച്ച് അങ്ങ് അറ്റം വരെ നടക്കണം, എന്നാലേ കാണുള്ളൂ. ആ തുറന്നിട്ടതൊക്കെ ഡാമിൻ്റെ ഷട്ടർ അതൊക്കെ കുറേ അങ്ങ് നടന്നാലേ കാണുള്ളൂ. പിന്നെ കുറച്ച് നേരം നമ്മൾ അതിലൊക്കെ നടന്ന് അവിടെ എന്തൊക്കെയോ ഊഞ്ഞാൽ പാർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ ജസ്റ്റ് കാണാൻ വിചാരിച്ച് നമ്മളങ്ങനെ നടന്നു. അപ്പോൾ കുട്ടീനെ കുഞ്ഞുമോൻ വാങ്ങി, മറ്റോ നടന്നും ചെയ്തു. അയ്യോ ഓനെ നിർത്താനായിട്ടും കയറിയപ്പോൾ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി, ആ കോലായി. കണ്ടോ ഇവിടെ ഒരുപാട് ഊഞ്ഞാലുകളുണ്ട്. എല്ലാത്തിനും ഓരോരുത്തരും ഇങ്ങനെ ആടണം. അപ്പം നമ്മൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഷോർട്സിനുള്ള വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഓൽക്ക് ഊഞ്ഞാലാടണം പറഞ്ഞ പോലെ ഊഞ്ഞാലി കാട്ടി ഒരുപാട് നേരം അവിടെ ഇരുന്നാടി. പിന്നെ വലിയ ഊഞ്ഞാൽ കണ്ടപ്പോൾ പിന്നെ നമ്മൾ വിടുവോ, നമ്മളും കുറച്ച് നേരം ആടി ഊഞ്ഞാൽ. എന്തോ ക്യാമറക്ക് എന്തോ ബ്ലർനെസ് ഉണ്ട് കേട്ടോ, എന്താ സംഭവം മനസ്സിലാവണില്ലേ. അപ്പോൾ കുറച്ച് നേരം ഞാനും ഊഞ്ഞാലടി എഴുന്നേറ്റിച്ചു. ഗായ്സ് ഒരു നീച്ച് പോടന്ന് ഞാൻ ആടട്ടെ പറഞ്ഞു. കണ്ടോ ഇതാടണം. പിന്നെ മൂപ്പരും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു അവിടെ നിന്ന് പോന്നിട്ടോ. പിന്നെ പോകത്തുമ്പോൾ പറയാം ഞങ്ങളെ മാത്രം ആട്ടെ, നിങ്ങൾ ഇപ്പച്ചി മാത്രം ആടുന്നു പറഞ്ഞു. പിന്നെ ആ ഊഞ്ഞാലൊഴിഞ്ഞ് തക്കം നോക്കി ഞങ്ങളോലെ പിന്നെയും കൊണ്ടുപോയി ആട്ടി. അവിടെ കാര്യമായിട്ടായിരുന്നുള്ളൂ. പിന്നെ എന്തൊക്കെയോ ഒരു കഴുതൻ്റെ പുറത്തുനിന്ന് കണ്ടിട്ടുണ്ട്, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. പിന്നെ കുട്ടികൾക്ക് പറ്റിയ എന്തൊക്കെയോ പാർക്കുകളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്, വലുതായിട്ടൊന്നുമില്ല, ചെറിയ പാർക്കുകൾ ഉണ്ട്. വള്ളത്തിൽ തോടി തഴുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്പീഡ് ബോട്ട് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും നമ്മൾ കയറിയില്ല. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് നോക്കി ആസ്വദിച്ച് പോകുന്നു. കാരണം ഒന്ന് മക്കളെയും കൊണ്ട് കഴിയൂല, പിന്നെ അങ്ങനത്തേലൊന്നും നമുക്ക് താല്പര്യമില്ല. പിന്നെ തോടി തുഴഞ്ഞ് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോവാം. പിന്നെ നമ്മൾ കുഴഞ്ഞ് വാട്ടർ ബോട്ടിലൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അവിടുന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു. കൊണ്ടോ സ്പീഡ് ബോട്ട് പോകണത് നല്ല രസമല്ലേ, കാണാൻ നല്ല രസമാണല്ലേ. ഇത് കയറി അങ്ങനെ നമുക്കറിയാം. നമ്മളിതുവരെ സ്പീഡ് ബോട്ടിൽ കയറിയിട്ടില്ല. അവിടെ അതിൽ കൂടുതലായിട്ടും വിദേശികളാട്ടോ കയറുന്നത്. നമ്മളെ മലയാളീസ് കുറവാണ് കയറല്, കർണാടകക്കാർ അങ്ങനത്തെ ആൾക്കാരെ കാര്യമായിട്ട് അങ്ങനത്തെ കയറുന്നത്. പിന്നെ അവിടുന്ന് കുറച്ച് അതിൻ്റെ ഡാമിൻ്റെ വ്യൂ ഒക്കെ എടുത്ത്
അങ്ങനെ കുറച്ചൊക്കെ നേരൊക്കെ വ്യൂ ഒക്കെ എടുത്ത് പിന്നെ നമ്മളങ്ങനെ നടന്നു. പിന്നെ കപ്പിൾസിനൊക്കെ വരാറില്ല, അതിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പാർക്ക് അറിയാല്ല, പാർക്കൊന്നും അവിടെ ഇല്ല. ജസ്റ്റ് വൈകുന്നേരം സമയത്തൊക്കെ ഒന്ന് കുറച്ച് സംസാരിച്ചിരുന്ന് പോവാം, അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ പറയാതക്കതായ വലിയ സംഭവമൊന്നുമില്ല. പിന്നെ നമ്മൾ ഡാമിൻ്റെ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അവിടുത്തെപ്പോൾ ആ വെള്ളം ഷട്ടർ തുറന്നതൊന്നും കാണാൻ പറ്റില്ല എന്നാൽ പിന്നെ നമ്മൾ പോയി, നമ്മൾ റിട്ടേൺ പോന്നു. പിന്നെ കടയിൽ കയറി ഓൽക്ക് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞു, എന്തൊക്കെയോ ഫോണ് ആ പാട്ട് ഇടുന്ന ഫോണ് വാങ്ങി, തത്തമ്മനെ വാങ്ങി. പിന്നെ നമ്മൾ പോന്നു. പിന്നെ വേറെ ഈ കടിയത്തെ വേണ്ട ആ കടിയത്തെ മതി പറഞ്ഞാൽ ആ കടിയിലും കയറി എന്തൊക്കെയോ വാങ്ങിപ്പിച്ചായിരുന്നു പാത്തുമ്മ. നമുക്കത് വേണം ഇത് വേണം പറഞ്ഞിട്ട് ലാസ്റ്റ് ആദ്യം കണ്ടത് തന്നെ എടുത്തു പോകുന്നു. കടല വേണം പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടും ഒക്കെ വേണ്ട. പിന്നെ പീപ്പിളി തത്തനെയും വാങ്ങി, അതിന് പൈസയും കൊടുത്ത് നമ്മൾ നേരെ തിരിച്ചു കൊടുക്കുന്നു. പിന്നെ അടുത്ത സ്പോട്ട് പോയി അത് വേണം ഇത് വേണം മറ്റേത് വേണം മറിച്ചത് വേണം ഒന്ന്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 3 മണി 3:30 ആ സമയമായിരിക്കും. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ നമ്മളങ്ങനെ റിട്ടേൺ എടുക്കുക ചെയ്ത്. പിന്നെ വേറെ എവിടെയും കയറാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നപ്പോൾ തന്നെ അത്യാവശ്യം സമയമായിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ റൂട്ട് കൂടി ഇങ്ങോട്ട് റിട്ടേൺ പോകുന്നത്. അപ്പോൾ അവിടെ കണ്ട വ്യൂ ആണിത്. ആ ഡാമിൻ്റെ ബാക്ക് ഭാഗം, ഒരു സൈഡ് ഭാഗം നല്ല അടിപൊളി വ്യൂ. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാരണം മഴ പെയ്യുന്നുണ്ടായിരുന്നു. കോട ഇറങ്ങി, ചില സ്ഥലങ്ങൾ മാത്രമേ കോട ഇറങ്ങിയിട്ടുള്ളൂ. കോടൊക്കെ ഇറങ്ങി നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. വ്യൂ പോയിന്റിൽ നിന്ന് ഒന്ന് നിർത്തി ജസ്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ റിട്ടേൺ ചെയ്യും. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ, ബെൽ ബട്ടൺ